ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ യൂണിറ്റ് 1. ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഇവൻച്വലി ആയിട്ടാണ് അവർ റൂളും ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പവറും എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ റിച്ച് കൾച്ചർ, അതുപോലെ തന്നെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, റിസോഴ്സസ്, ഇതൊക്കെയാണ് അവർക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തു പറഞ്ഞാലും ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇതിലൊരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ട്രേഡിൽ മൊണോപ്പൊളി ആയിട്ടുള്ളൊരു റൈറ്റ് കിട്ടിയതും ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെയാണ്. നമുക്കറിയാം 1858 തൊട്ട് 1947 വരെ ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗൺ റൂളിൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. റിസൾട്ടിങ് വിത്ത് എക്സ്പ്ലോയിറ്റേഷൻ, ഡ്രൈൻ ഓഫ് വെൽത്ത് ഫ്രം ദ കൺട്രി. അതോടുകൂടി നമ്മൾ ഇന്ത്യയിലത്തെ വെൽത്തും സംഭവങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഒരു ബ്രിട്ടീഷ് മെർച്ചൻസ് ലോക്കൽ മൊനാർക്സിനോടും പ്രിൻസസിനോടൊക്കെ ആയിരുന്നു ഒരു സൗഹൃദമുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പൊളിറ്റിക്കലും എക്കണോമിക് പവറും ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഗ്രാജ്വലി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കറപ്ഷൻ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1883 വന്നിട്ടുണ്ട്. ഈ ഒരു റെഗുലേറ്റിംഗ് ആക്റ്റാണ് ബ്രിട്ടീഷ് കമ്പനീനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഗവേണിംഗ് ചെയ്യുന്നതായിട്ട് മാറ്റിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഗവേണിംഗ് മീൻസ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുള്ളത്. പിന്നെയുള്ളൊരു എറ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് രാജിൻ്റെ എറയാണ്. ദ ബ്രിട്ടീഷ് രാജ് ഇൻ ഇന്ത്യ എന്ത് ചെയ്തു? അവരെല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അവരെ വെസ്റ്റേൺ ലാംഗ്വേജസും ഒക്കെ നമ്മളെ ഈ ഒരു ഇൻഡിജിയസ് പോപ്പുലേഷനിലേക്ക്, ഓർഡിനറി പീപ്പിളിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. ഒരു കൊളോണിയലിസത്തിൻ്റെ ഒരു എഫക്ട്സ് ആണ് ഇതൊക്കെ. ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് അല്ല, മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനൊക്കെ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ലാംഗ്വേജസൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ലാംഗ്വേജ് പ്രിസർവ് ചെയ്യാനും നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. പ്രൊപ്പോണൻസ് ഓഫ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ സമയത്താണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവർ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമിലേക്ക് കുറച്ച് ലോയൽ ആയിട്ടുള്ള സെർവൻസിന് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോഴേക്കും ദേ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ആ ഒരു എയിമിലൂടെയായിരുന്നു. ലോർഡ് മാക്ലോയ് പ്ലേഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കോസ്ഡ് അൺറെസ്റ്റ്. ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കലി ആയിട്ടുള്ളൊരു അൺട്രസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ചാൾസ് വുഡിൻ്റെ അപ്പോയിൻമെൻറ്റിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ദ സബ്മിഷൻ ഓഫ് വുഡ്സ് ഡിസ്പാച്ച് ഇൻ 1854. ഈ ഒരു ചാൾസ് വുഡ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് ഇൻക്ലൂഡിങ് എ ബ്രോഡർ റേഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ടോപ്പിക്സ്. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്ഡ് ദ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് ഫോർ വുമൺ. വി ക്യാൻ നൗ സീ ദാറ്റ് ഫീമെയിൽ എഡ്യൂക്കേഷനും നല്ലോണം സപ്പോർട്ടും കൺസിഡറേഷനൊക്കെ കിട്ടുന്നുണ്ട്. ആസ് എ റിസൾട്ട് വുഡ്സ് ഡിസ്പാച്ച് ഈസ് റിഗാർഡഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ആ ഒരു പീരിയഡ് 1835 തൊട്ട് 1855 വരെ വി ക്യാൻ സീ എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? റെയിൽവേസ്, ടെലിഗ്രാഫ് ലൈൻസ്, പോസ്റ്റൽ സിസ്റ്റം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പീരീഡ് വി ക്യാൻ ഓൾസോ സീ ദ എമർജൻസ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചർ. റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ജോർജ് ഓർവെൽ, റുഡിയാർഡ് കിപ്ലിംഗ്, ജിം കോബർട്ട്, ഇവരൊക്കെയാണ് ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ആയിട്ടുള്ള ഓത്തേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.